നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന പല ബിസിനസ്സും നടത്തി വിജയിച്ച ആളുകളുണ്ട്. പക്ഷേ കൽപ്പറ്റയിലെ മുരുകണ്ണൻ അവരിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ്. 35 വർഷമായി കൽപ്പറ്റയിൽ ബിസിനസ് ചെയ്യുന്നു, പടിപടിയായി ഉയർന്നു വന്നു. പക്ഷേ അതിൻ്റെ കൂടെ നാട്ടിലും പൊതുപ്രവർത്തനം നടത്തുന്നു. ഇപ്പോഴും സ്വന്തം നാട്ടിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. മുരുകണ്ണ, നന്നായി പോന്നു. 35 വർഷമായില്ലേ? ഏത് വർഷം വന്നത്? ഞാൻ 1989 വന്നു, കൽപ്പറ്റയിൽ വന്ന് ഇവിടെ കച്ചവടത്തിന് വേറെ ഒരാളുടെ കൂടെ വന്നത്. അന്ന് ശമ്പളത്തിന് നിൽക്കുമായിരുന്നു? അതെ, കൊല്ലത്തിൽ 1000 രൂപ ശമ്പളം. അങ്ങനെ 4 കൊല്ലം 4000 രൂപ ശമ്പളം. അതിൽ നമ്മളുടെ ചിലവ് മൊത്തം അവർ പിടിക്കും, അതുപോലെ ബാക്കി കിട്ടും. അതിൽ നിന്ന് പിന്നെ സ്വന്തം കച്ചവടം തുടങ്ങി. അതിന് 93 സ്വന്തമായിട്ട് കച്ചവടം ചെയ്ത്. ആദ്യം പിന്നെ ആഗ്രി, രണ്ടാമത് ലോട്ടറി കച്ചവടം, അത് കഴിഞ്ഞിട്ട് പിന്നെ തുണി കച്ചവടം ചെയ്ത്, പിന്നെ ഇപ്പോൾ ഹോം അപ്ലയൻസ്. അപ്പോൾ ഇതിൻ്റെ കച്ചവടത്തിൻ്റെ ഒരു രീതി എങ്ങനെ? ഈ ഷോപ്പാണോ അല്ല എല്ലാ സ്ഥലത്തും കൊണ്ടെത്തിച്ച് അങ്ങനെയല്ലേ? 93 ഇൻസ്റ്റാൾമെൻറ്റ് കച്ചവടം ഓരോ പാവപ്പെട്ട വീടുകളായിട്ട് പോയി അവർക്ക് വിതരണം ചെയ്ത് കൊടുത്ത്, പിന്നെ അങ്ങനെ ആഴ്ച തോറും നമ്മൾ കുറച്ചായിട്ട് കുറഞ്ഞ പൈസ അവർ കൊടുക്കുന്ന പൈസ വാങ്ങിക്കൊണ്ടുവരും. അവർ നമ്മളുടെ സ്വന്തം ആൾക്കാർമാർ തന്നെ, സ്വന്തക്കാർമാർ തന്നെ ആയി നമ്മളുടെ കച്ചവടക്കാർ എല്ലാവരും. ഇവിടെ തന്നെയാണോ താമസം? കുടുംബമൊക്കെ? അതെ, കുടുംബം എല്ലാം ഇവിടെ തന്നെയാണ്. വീടെല്ലാം കെട്ടി ഇവിടെ തന്നെയാണ് താമസം. കുട്ടികളൊക്കെ ഇവിടെ തന്നെയാണ് പഠിക്കുന്നത്. മോനും ഇപ്പോൾ ജോലിയിലാണ്, ചെന്നൈ എയർപോർട്ടിലാണ് ജോലി ചെയ്യുന്നത്. കൽപ്പറ്റക്കാരനായി? അതെ, കൽപ്പറ്റ. ഇവിടെ തന്നെ ആധാർ കാർഡ്, റേഷൻ കാർഡ് എല്ലാമേ ഇവിടെ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ നാട്ടിൽ പോയി ഇലക്ഷന് നിന്നു. സ്വന്തം നാട്ടിൽ പോയിട്ട് നമ്മളുടെ മുഖം അറിഞ്ഞൂടല്ല, ഞങ്ങൾ ഇവിടെയാണല്ലോ, സ്വതന്ത്രനായിട്ടാണ് മത്സരിച്ച്. അപ്പോൾ ജയിച്ച് പിന്നെ പാർട്ടി ചേർന്ന്, DMKൻ്റെ സ്റ്റാലിൻ്റെ പാർട്ടിയിൽ ചേർന്ന്. ഇപ്പോൾ ഇവിടുത്തെ ഈ ബിസിനസ് തിരക്കൊക്കെ ഉണ്ടല്ലോ, ഇത്രയും കച്ചവടം 2 ഷോപ്പൊക്കെ ഉള്ളപ്പം നാട്ടിലെ പൊതുപ്രവർത്തനം എങ്ങനെ പോകുന്നു? നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. അവിടുത്തെ പ്രവർത്തനത്തിന് ഒരു കുറവില്ല, എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ അനിയൻ നോക്കിക്കോളൂ. അവിടെ ഏതാ സ്ഥലം ഏതാ? കടലാടി യൂണിയൻ, അതിൽ നരിപ്പയ്യൂർ, സ്വന്തം നാട് നരിപ്പയ്യൂർ. ഇപ്പോൾ കൽപ്പറ്റക്കാരനായി മാറിയാലും നാടിനോടുള്ള ബന്ധം വിട്ടിട്ടില്ല. അതെ, വിട്ടിട്ടില്ല. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.